സൂപ്പർ. അതിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട, നമുക്ക് ഈ സലാഡ് മാത്രം മതി കൂട്ടി കഴിക്കാം. സൂപ്പർ ടേസ്റ്റാണ്. പ്രത്യേകിച്ച് നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിവീസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്നേ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് എത്രയും എളുപ്പത്തിൽ രുചികരമായിട്ട് തക്കാളിച്ചോറ് ഉണ്ടാക്കാം. നമുക്ക് നോക്കിയാലോ. നമ്മളിന്ന് തക്കാളിച്ചോറിന് എടുത്തിരിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാണേ. ഇന്ന് തക്കാളിച്ചോറിന് ആവശ്യമായിട്ട് വരുന്നതേ മീഡിയം 2 തക്കാളി, നല്ല പഴുത്തതാണ്, ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പൊട്ടുകടല, നിലക്കടല, ഒരു ചെറിയ നാരങ്ങ, ഇഞ്ചിയും വെളുത്തുള്ളിയും, ഒരു തണ്ട് കറിവേപ്പില, ഒരു പച്ചമുളക്, പിന്നെ മല്ലിയിലയും പുതിനയിലയും ഉണ്ട്, ഒരു ചെറിയ സവോള, പിന്നെ അല്പം സ്പൈസസ്. തക്കാളിച്ചോറ് ബസുമതി റൈസിലാണ് ഉണ്ടാക്കുന്നത്. ഇത് വെള്ളത്തിൽ ഇട്ടേക്കുന്നത് 1/2 മണിക്കൂറായി. ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അല്പം ഉപ്പിട്ടിട്ടുണ്ട്. അല്പം സൺഫ്ലവർ ഓയിലും കൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ചോറ് തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയാണേ. അപ്പം വെള്ളം തിളച്ചിട്ടുണ്ട്, നമുക്ക് അരി അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്, നമുക്ക് അരി വേവിച്ചെടുക്കാം. നമുക്കെന്നാ ഇത് പെട്ടെന്ന് വേവിച്ച് മാറ്റാവേ. അപ്പോൾ നമ്മുടെ ചോറ് ഒരു 90% വെന്തിട്ടുണ്ട്. നമുക്കതിനെ ഊറ്റാവേ. നമുക്ക് വേറെ പാത്രത്തേക്ക് മാറ്റാം. ഓട്ടൂറിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാവേ. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. വലിയ ജീരകവും സാജീരകവും കൂടെ, സ്പൈസസ്, പൊട്ടുകടല, നിലക്കടല, ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുവാണ്. പച്ചമുളക് ഇട്ട് കൊടുക്കുവാണേ. കറിവേപ്പിലയും കൂടി ഇടുവാണേ. അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കുവാണേ. ചോറിന് നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇടുന്നുള്ളേ. നമുക്ക് ഇതിലേക്ക് നാരങ്ങ ഒഴിഞ്ഞു കൊടുക്കാവേ. അടുത്ത നമുക്ക് തക്കാളി അരിഞ്ഞു വെച്ചേക്കുന്ന ഇട്ട് കൊടുത്ത് പോകാം. ഒന്ന് അടച്ചു വെച്ച് വയ്ക്കാം, കാരണം വെച്ചാൽ തക്കാളി ഒന്ന് നല്ലതായിട്ടൊന്ന് വാടിക്കിടണം. നമുക്ക് തുറന്ന് നോക്കാവേ. ഏകദേശം വാടിയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ ഒന്നുകൂടെ വാടിക്കോളൂ, ഒന്ന് ഉടഞ്ഞോളൂ തക്കാളി. ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാവേ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, കായപ്പൊടി,
നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് കുറേശ്ശെ ചോറിട്ട് കൊടുത്ത് ഇളക്കി മിക്സ് ചെയ്യാവേ. നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാവേ. അങ്ങനെ വളരെ എളുപ്പത്തിൽ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് നല്ല അടിപൊളി തക്കാളിച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ നമുക്ക് സ്പെഷ്യൽ തക്കാളി ചോറ് നമ്മുടെ ടൊമാറ്റോ റൈസ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഹസ്ബൻഡ്. അപ്പോൾ നമുക്കിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് എന്താ അച്ചാറൊന്നുമില്ല, സാലഡും പപ്പടവും കൂട്ടി നമുക്ക് അടിക്കാം. അത് കടലയൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ ആദ്യമേ പറക്കി കഴിച്ചു. സൂപ്പർ. ഇനി പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട, നമുക്ക് ഈ സലാഡ് മാത്രം മതി, കൂട്ടി കഴിക്കാം. സൂപ്പർ ടേസ്റ്റാണ്. പ്രത്യേകിച്ച് നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തേക്കണം. നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ.